പ്രവർത്തിക്കാൻ അലസനായ, ഉദാസീനനായ, മടിയുള്ളൊരു ദൈവത്തിൻ്റെ കയ്യിൽ പിടിച്ച് ബലം പ്രയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നൊരു പരിപാടിയല്ല പ്രാർത്ഥന. പകരം ദൈവം പ്രവർത്തിക്കാനിരിക്കുന്നതിലേക്ക് നമ്മൾ പാർട്ണർഷിപ്പിലേക്ക്, പങ്കാളിത്തത്തിലേക്ക് വരുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാ പ്രേക്ഷകരെയും വീണ്ടും മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മുടെ കാവലായി ഓരോ ദിവസവും വചനങ്ങൾ തന്നുകൊണ്ട് കർത്താവ് നമ്മുടെ കാവലായി നിൽക്കുകയാണ്. പിശാചിൻ്റെ ഒരു പദ്ധതിക്കോ പിശാചിൻ്റെ ഒരു അറ്റാക്കിനോ പ്ലാനിനോ നമ്മുടെ ലൈഫിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല, നമ്മളെ തൊടുവാൻ സാധിക്കത്തില്ല. കാരണം കർത്താവിൻ്റെ ആ വചനത്തിൻ്റെ ആ പ്രൊട്ടക്ഷനിലാണ് നമ്മളായിരിക്കുന്നത്. ഓരോ ദിവസവും മോർണിംഗ് ഗ്ലോറി കാണുന്ന വ്യക്തികൾക്ക് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വലിയൊരു വലയം, വലിയൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ ചുറ്റുമുണ്ട്. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാലും ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. തെങ്ങോടിൽ നിന്ന് ലൈജി ഷാജി സിസ്റ്ററാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് മകൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. മേ ഗോഡ് ബ്ലെസ് യു. കർത്താവ് ധാരാളമായി ഈ വർഷം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്താൽ ഈ മകനെ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം വേണ്ട സകലവിധമായിട്ടുള്ള കാര്യങ്ങളും കർത്താവെ മകൻ്റെ ലൈഫിൽ തക്ക സമയത്ത് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക ആരോഗ്യം ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ കർത്താവ്, ഈ കുടുംബത്തെ മുഴുവനുമായി ഞാനിപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവെ, അപ്പോൾ തന്നെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിൽ കർത്താവ് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സിസ്റ്ററേയും ബ്ലെസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തിൻ്റെ ആരോഗ്യം കർത്താവെ അങ്ങ് ബ്ലെസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ലിജി സിസ്റ്റർ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ആഴ്ചയിലെ ചില മീറ്റിങ്സ് കൂടി ഞാൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ഒരുമിച്ച് വചനം കേൾക്കാൻ പോവുകയാണ്. ഈ ആഴ്ച ദുബായിൽ വെച്ച് ഈ വെള്ളിയാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. UAE നിന്ന് കാണുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും കടന്നു വരിക. അപ്പോൾ തന്നെ വെള്ളിയാഴ്ച തന്നെ നമുക്ക് ബാംഗ്ലൂരും ദ ഗ്യാതറിംഗ് നടക്കുന്നു. അതിലേക്കും നമ്മുടെ ബാംഗ്ലൂരിലുള്ള നമ്മുടെ പ്രേക്ഷകരെ എല്ലാവരെയും ക്ഷണിക്കുന്നു. കുടുംബമായി വരിക. എസ്പെഷ്യലി യൂത്ത്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വരിക. ഞാൻ ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ. അപ്പോൾ തന്നെ നമ്മുടെ ടീം ഉണ്ടായിരിക്കും. ഒരുമിച്ച് കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശം കേൾക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 22 വെനസ്ഡേ ആണ്. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നന്ദി. വേഗത്തിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ മോർണിംഗ് ഗ്ലോറി ഒരു അറൗണ്ട് ഹാഫ് ആൻ അവറാണ്. എന്നാൽ ഇന്ന് ഇൻസ്റ്റയുടെയും കാലമാണ്. എൻ്റെ അറിവ് ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോൾ ലേറ്റ്ലി വ്യത്യാസം വന്നെന്ന് അറിഞ്ഞൂടെ. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ മനുഷ്യൻ്റെ അറ്റൻഷൻ സ്പാൻ 8.7 സെക്കൻഡ്സേ ഉള്ളൂ. 8.7 സെക്കൻഡുകൾ കൊണ്ട് വീഡിയോകൾ മാറ്റുന്നൊരു ട്രെൻഡിലാണ്, അങ്ങനെയുള്ള ലോകത്തിലാണ് നമ്മൾ, ആ തലമുറയിലാണ് നമ്മുടെ ജീവിതം. പക്ഷേ ഇതൊരു 30 മിനിറ്റോളം ഉണ്ട്, അല്ലെങ്കിൽ അറൗണ്ട് 30 മിനിറ്റ്. അപ്പോൾ ഈ ഷോർട്ട്സും റീൽസും അങ്ങനത്തെ മാത്രം മതിയോ എന്ന് ചില സമയത്ത് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കിട്ടിയ ബോധ്യം ഇതാണ്: ഇത്തിരി കഴമ്പുള്ള, കൊഴുപ്പുള്ള, മേധസ്സുള്ള, ന്യൂട്രീഷ്യസായ ഫുഡ് വേണം. ആർക്ക്? ശക്തരായ ദൈവമക്കൾ. അതിനൊരു പേരുണ്ടല്ലോ, എനിക്കിപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല. സ്പിരിച്വൽ ജയൻസിനെ കൊണ്ടുവരാൻ. നല്ല സ്പിരിച്വൽ ജയൻസിന് നല്ല തീറ്റ കൊടുക്കണം. ഒരു തീറ്റയും കിട്ടാതെ കിടക്കുന്നവരല്ലല്ലോ ജയൻസ് ആയിട്ട് വരുന്നു. അതുപോലെ ആഹാരം കഴിച്ച് ശക്തി വെച്ച് മസിലൊക്കെ വെച്ച് അങ്ങനെയല്ല ജയൻസ് ഉണ്ടാകുന്നത്. സ്പിരിച്വൽ ജയൻസിനും നല്ല കൊഴുപ്പുള്ള, ഫാറ്റി ആയിട്ടുള്ളതും, ഫാറ്റും വേണം, പ്രോട്ടീനും വേണം, കാർബോഹൈഡ്രേറ്റ്സും വേണം, വൈറ്റ് എല്ലാം വേണം. അങ്ങനെ ഒരു സമീകൃത ആഹാരം കൊടുത്താലേ സ്പിരിച്വൽ ജയൻസ് ഉളവാകുകയുള്ളൂ. നിങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. വിളിയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ നിങ്ങൾ ഈ മോർണിംഗ് ഗ്ലോറിയുടെ കൂട്ടത്തിൽ നിങ്ങൾ വരാൻ പോകുന്നില്ല. എനിവേ, ഇപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇതിന് ശേഷം കാണുന്നവർ എല്ലാവരോടുമുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഇന്നത്തെ ഫോക്കസ് വേർഡ് പ്രേയർ പവർ.
പ്രാർത്ഥനാശക്തി അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്കാണ്. റൈറ്റ്, ഇന്നത്തെ ഫോക്കസ് വേഴ്സ് നോക്കാം. ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 16. യാക്കോബിൻ്റെ ലേഖനം 5:16 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: The earnest prayer of a righteous person has great power and produces wonderful results. നീതിമാൻ്റെ ഭക്തിയോടുകൂടിയ പ്രാർത്ഥന, അല്ലേ, അങ്ങനെയല്ലേ, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നും NIV ട്രാൻസ്ലേഷനിൽ പറയുന്നത് the earnest prayer of a righteous person has a great power and produces wonderful results. അതിന് വലിയ ശക്തിയുണ്ട്, മഹാശക്തിയുണ്ട്, മാത്രമല്ല അത്ഭുതകരമായ ഫലം ഉളവാക്കും. മലയാളത്തിൽ അത്ര ഒത്തിട്ടില്ല. ഏതായാലും ഈ വാക്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന്, വേദപുസ്തകം അല്ലെങ്കിൽ ബൈബിളിൻ്റെ മൊബൈൽ ആപ്പിൽ നിന്നും എടുത്ത് കോപ്പി ചെയ്തങ്ങ് ഇടുക. ഇന്നത്തെ ഡെക്ലറേഷൻ, പ്രഖ്യാപനം ഇതാണ്: മൈ പ്രേയേഴ്സ് ക്യാരി പവർ ടുഡേ. ഇന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഹെവൻ റെസ്പോൺസ് ആസ് എ ഇൻ്റർസീഡ് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തോടെ മധ്യസ്ഥം വഹിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം പ്രതികരിക്കുന്നു. അതാണ് എൻ്റെ ഇന്നത്തെ ഡെക്ലറേഷൻ. ബൈബിൾ റീഡിംഗ് പ്ലാൻ ആ പേജിൽ നോക്കി വായിച്ച് ഇന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് വായിച്ച് തീർത്ത് ടിക്ക് ചെയ്യണം. ഗ്രീറ്റ്. ഓക്കെ, പ്രെയർ പവർ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രെയർ പവർ. ഇന്നത്തെ ഫോക്കസ് വേർഡ് പ്രാർത്ഥനാശക്തി അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി. ഈ നേരത്തെ ഞാൻ പറഞ്ഞപ്പോഴനുസരിക്കാതെ കമൻറ്റ് സെക്ഷനിൽ ഇടാത്തവർ ഇപ്പം ഇടുക. നിങ്ങളുടെ ഹാജർ രേഖപ്പെടുത്തുക. 4 കാര്യമാണ്. 1, പ്രെയർ ഈസ് നോട്ട് preparation for the battle, it is the battle. പ്രാർത്ഥന യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കമല്ല, പ്രാർത്ഥനയാണ് യുദ്ധം. ടൈപ്പ് ചെയ്യുക, എഴുതുക. ചിലർ വിചാരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങണം യുദ്ധത്തിന് വേണ്ടി. അല്ല കുഞ്ഞ്, പ്രാർത്ഥന തന്നെ ഒരു പോരാട്ടമാണ്. വേറെ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട, പ്രാർത്ഥന പോരാട്ടമാണ്. പ്രാർത്ഥന ഒരു യുദ്ധമാണ്. Many believers treat prayer as a preliminary activity before the real work begins. യഥാർത്ഥത്തിലുള്ള അവരുടെ പ്രവൃത്തി, ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഒരുക്കത്തിന് വേണ്ടിയുള്ളൊരു സൂത്രമാണ് പ്രാർത്ഥന എന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ തിരുവെഴുത്തിൽ നമ്മൾ അങ്ങനെയല്ല, വേദപുസ്തകം നമ്മൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഏലിയാവിൻ്റെ കാര്യത്തിൽ നോക്കാം. ഏലിയാവ് മഴ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചു. ആ ഭാഗമാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. അത് മൊത്തം ആ ഭാഗം വായിക്കുക. പത്രോസ് ജയിലിൽ നിന്നും വിമോചിതനാകാൻ വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെന്തക്കോസ്ത് നാളിന് മുമ്പ് ശിഷ്യന്മാർ ഒരുമനപ്പെട്ട് ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ ഒരു സ്ഥലത്ത് കൂട്ടം കൂടി, അഭിപ്രായ വ്യത്യാസമില്ലാതെ, അസൂയയില്ലാതെ, അഹങ്കാരമില്ലാതെ, പൊങ്ങച്ചമില്ലാതെ പ്രാർത്ഥിച്ചു. Prayer is where invisible victories are won before visible breakthroughs appear. ദൃശ്യമായ രീതിയിൽ വിടുതലുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് അദൃശ്യമായ തലത്തിൽ വിജയം നേടിയെടുക്കുന്ന കാര്യമാണ് പ്രാർത്ഥന. ഇതൊക്കെ ടൈപ്പ് ചെയ്തിരുന്നേ, കട്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കട്ടിയുള്ളതെന്ന് പറയുന്നതിനേക്കാൾ ഇങ്ങനെ ഇതിനെ പറയേണ്ടത് നല്ല വാല്യൂ ഉള്ള, വെയിറ്റേജ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Prayer is where invisible victories are won before visible breakthroughs appear. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന വിടുതലുകൾ പ്രത്യക്ഷമാകുന്നതിന് മുമ്പ്, ദൃശ്യമാകുന്നതിന് മുമ്പ്, എല്ലാവരും കാണാൻ കഴിയുന്നതിന് മുൻപ് അദൃശ്യമായ നിലയിൽ നമ്മൾ നേടിയെടുക്കുന്ന വിജയമാണ് പ്രാർത്ഥന. ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥന എന്ന യുദ്ധത്തിലൂടെ ജയം കണ്ടു കഴിയുമ്പോഴാണ് ദൃശ്യമായ തലത്തിൽ അഥവാ ഭൗതിക തലത്തിൽ, ഈ ലോകത്തിലെ ജീവിതത്തിൽ, നമ്മുടെ ദിനംതോറുമുള്ള ജീവിതത്തിൽ ചില വിടുതലുകൾ വെളിപ്പെടുന്നത്. എഫെസ്യർ ലേഖനം 6:18 നോക്കി. Ephesians 6:18. Pray in the Spirit on all occasions. എല്ലാ കാലത്തും, എല്ലാ സാഹചര്യങ്ങളിലും, എല്ലായ്പ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ചു.
Pray in the Spirit. Wow. തീരുമാനം എടുത്ത് വയ്ക്കണേ. അപ്പോസ്തല പ്രവൃത്തികൾ 1:14 they all joined together constantly in prayer. അവരെല്ലാവരും നിരന്തരമായി മാളികമുറിയിലെ പ്രാർത്ഥന പറയുന്നത് പെന്തക്കോസ്ത് നാളിന് മുമ്പ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. കൊലോസ് ലേഖനം 4:2 devote yourselves to prayer. അവിടെ പറയുന്ന പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ഞാൻ നിർത്തിക്കോട്ടെ. വീട്ടമ്മമാരോട്, സഹോദരിമാരോട്, സഹോദരന്മാരോട് എല്ലാവരോടും ഞാൻ പറയാം, ഇത് അന്ത്യകാലമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വി ആർ ലിവിങ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. അന്ത്യകാലത്തിൻ്റെ അന്ത്യനാളുകളിലാണ് നമ്മുടെ താമസം. എല്ലായ്പ്പോഴും ഒരുങ്ങിയും പ്രാർത്ഥിച്ചും ഇരിപ്പിൻ. വാച്ച് ആൻഡ് പ്രേ ഓൾവേസ്. പ്രേ അൺസീസിംഗ്ലി. ഇടവിടാതെ പ്രാർത്ഥിക്കണം. എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു അന്തരീക്ഷം നമുക്കുണ്ടാകട്ടെ. കിച്ചണിൽ, ലിവിങ് റൂമിൽ, വരാന്തയിൽ, ബൈക്ക് സ്റ്റാർട്ടാക്കുമ്പോൾ, ബൈക്ക് ഓടിക്കുമ്പോൾ, ക്ലാസ് റൂമിലിരിക്കുമ്പോൾ, ക്ലാസ് റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോൾ, നേഴ്സായി ജോലി ചെയ്യുമ്പോൾ, ടീച്ചറായി ജോലി ചെയ്യുമ്പോൾ, എൻജിനീയറായി ജോലി ചെയ്യുമ്പോൾ, ഏത് ജോലി ചെയ്യുമ്പോൾ, ശുശ്രൂഷകരും അല്ലാത്തവരും പ്രാർത്ഥിക്കുന്ന ഒരന്തരീക്ഷം ഉണ്ടെങ്കിൽ history records what happened. Prayer reveals why it happened. വിശദീകരിച്ചോട്ടെ. ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? എന്തൊക്കെ സംഭവിച്ചു ഹിസ്റ്റോറിയൻസ്, ഈ ജോസീഫസിനെ പോലെ ഒത്തിരി ഹെറോഡോട്ടസ്, ഒത്തിരി ഹിസ്റ്റോറിയൻസ് ഉണ്ടല്ലോ. അവരൊക്കെ ഇങ്ങനെ ചരിത്രം എഴുതി. അപ്പം ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന് എഴുതുന്നതാണ് ചരിത്രകാരന്മാരുടെ കർത്തവ്യമെങ്കിൽ അത് സംഭവിപ്പിക്കുന്നതാരാണ്? പുരാതനക്കാർ. അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ വെയിറ്റുള്ള കാര്യങ്ങളാണ് പറയുന്നത്, പിടിച്ചോ. പ്രാർത്ഥിക്കുന്നൊരു വീട്ടമ്മ, പ്രാർത്ഥിക്കുന്നൊരു പൈതൽ, പ്രാർത്ഥിക്കുന്നൊരു ദൈവവൃത്യൻ, അവരാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഡെറക് പ്രിൻസ് എന്ന ദേവദാസൻ. ലോകത്തിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന 5 ഏറ്റവും വലിയ തിയോളജിയൻസ് ആൻഡ് ബൈബിൾ ടീച്ചേഴ്സിൽ ഒരാളായിരുന്നു ഡെറക് പ്രിൻസ്. അദ്ദേഹം കൃത്യം എനിക്ക് ഓർമ്മയില്ല, ഷേപ്പിംഗ് ഹിസ്റ്ററി ത്രൂ പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഏകദേശം ആ ടൈറ്റിൽ അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ചരിത്രത്തെ രൂപീകരിക്കുന്നതിനെക്കുറിച്ച്, ചരിത്രത്തിനൊരാകാരം കൊടുക്കുന്നതിനെക്കുറിച്ച് ഇത് എഴുതിയിട്ടുണ്ട്. യഹൂദന്മാർക്കെതിരെ അതുപോലെ ചില ഒരു ജനോസൈഡ്സ് നടത്താൻ വേണ്ടി, ഒരു വംശത്തെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ജോസഫ് സ്റ്റാലിൻ ആണെന്ന് തോന്നുന്നു, പദ്ധതികൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഡെറക് പ്രിൻസിൻ്റെ നേതൃത്വത്തിൽ 5-8 പാസ്റ്റേഴ്സ് ഇംഗ്ലണ്ടിലുള്ള ഒരു കൊച്ചു സഭാ-ഹാളിനകത്ത് ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചു. കാരണം അദ്ദേഹം സകലവും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആ വംശത്തെ മൊത്തം തൂത്തുകളയും. അതിന് മുമ്പ് വല്ല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇവരങ്ങ് പ്രാർത്ഥിച്ചു. വിത്തിൻ 14 days ആണെന്നാണ് എൻ്റെ ഓർമ്മ. വിത്തിൻ ഡേയ്സ്, കൃത്യം എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തിന് ബ്രെയിൻ ഹെമറേജ് ഉണ്ടായി. 10-14 ഡോക്ടേഴ്സ് ഒരുമിച്ച് എന്ന് ശ്രമിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ആ വംശം മൊത്തം രക്ഷപ്പെട്ടു. ഷേപ്പിംഗ് ഹിസ്റ്ററി ത്രൂ പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. വോട്ടെടുപ്പിലൂടെയാണ് ഭരണകർത്താക്കന്മാർ ഇന്ന് പലതും ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ വോട്ടെടുപ്പിലൂടെയാണ് പലരും ഭരണത്തിൽ വരുന്നത്. പ്രസിഡൻറ്റോ പ്രീമിയറോ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സോ ഒക്കെ വരുന്നത് ബാലറ്റിലൂടെയാണ്, വോട്ടെടുപ്പിലൂടെയാണ്. ഭൂരിഭാഗം ആർക്ക് വോട്ടെടുക്കുമോ അവർ വരും. അത് മാറിയും മറിഞ്ഞും ഭരണകൂടം മാറിക്കൊണ്ടിരിക്കും. എന്നാൽ അതിൻ്റെ പുറകിൽ പ്രാർത്ഥിക്കുന്ന കുറേ പേരുണ്ടെങ്കിൽ, ശക്തമായി അധികാരത്തിൽ ആത്മീയ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ, എന്തെല്ലാം വോട്ടെടുപ്പ് നടന്നാലും, എന്തെല്ലാം പരിപാടികൾ ആസൂത്രണം ചെയ്താലും, കുതന്ത്രങ്ങൾ മെനഞ്ഞാലും, ചിലരെ ഇറക്കാനും ചിലരെ കയറ്റി വയ്ക്കാനും പ്രാർത്ഥനക്കാർക്ക് പറ്റുമെന്ന് നിങ്ങൾക്കറിയാമോ? പഴയ നിയമത്തിൽ ഭരണാധികാരികൾ അഥവാ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തിരുന്നത് പ്രവാചകന്മാരാണ്. ആരാണ് പ്രവാചകന്മാർ? അവർ രാഷ്ട്രീയക്കാരല്ല,
അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അഭിഷിക്തന്മാരാണ്. ഈ അഭിഷിക്തന്മാരാണ് ദൈവനിയോഗമുണ്ടായിട്ട് ഇന്നയാളെ രാജാവായി, ഇന്നയാളെ ആയിട്ട് അവരാണ് തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്യുന്നത്. അവരുടെ ഡ്യൂട്ടിയാണ്. ഇന്നും അത് നടക്കും. എങ്ങനെ നടക്കും? ഒരാളെ ഇന്നിപ്പോൾ നമ്മൾ തിയോക്രാറ്റിക് അല്ല, ഡെമോക്രാറ്റിക്കാണ്. ഇന്നും ഇലക്ഷൻ്റെ സിസ്റ്റം എന്താണെങ്കിലും പ്രാർത്ഥിക്കുന്നവർ രാജ്യത്തുണ്ടെങ്കിൽ ചിലതിനെയൊക്കെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് ചരിത്രം തെളിയിക്കുന്നു, ബൈബിൾ പറയും. അതാണ് ഞാൻ പറഞ്ഞത്, ഹിസ്റ്ററി ഓഫ്റ്റൻ റെക്കോർഡ്സ് വാട്ട് ഹാപ്പൻഡ്, പ്രയർ റിവീൽസ് വൈ ഇറ്റ് ഹാപ്പൻഡ്. ചരിത്രത്തിൽ പലതും നടക്കുന്നത് എന്താണ്? ചരിത്രത്തിൽ എഴുതി വെക്കുന്നത് എന്ത് സംഭവിക്കുന്നു എന്നാണ്. എന്നാൽ പ്രാർത്ഥന എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നതിനെ രേഖപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ തീരുമാനിക്കുന്നതാണ്. നമ്പർ 2, earnest prayer engages the heart, not mere the lips. ആത്മാർത്ഥമായ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരുന്നു, അധരങ്ങളിൽ നിന്നല്ല. അല്ലെങ്കിൽ അധരങ്ങളിൽ നിന്ന് മാത്രം വരുന്നതല്ല പരമാർത്ഥതയുള്ള പ്രാർത്ഥന, പകരം അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. കാരണം പല പ്രാർത്ഥനകളും തുടങ്ങുന്നത് ചുണ്ടിൽ നിന്നാണ്, അധരങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്, വായിൽ നിന്നാണ് പ്രാർത്ഥന വരുന്നത്. എന്നാൽ യഥാർത്ഥ പ്രാർത്ഥന ചിലപ്പോൾ വായിൽ നിന്ന് വരികയില്ല. എവിടെ നിന്ന് വരും? ഹാർട്ടിൽ നിന്ന് വരും. God is not impressed by the length of prayer. He looks at the sincerity of the heart. ചിലർക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് ശീലിച്ച് പല മണിക്കൂറുകളിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, ഇങ്ങനെ എണ്ണിപ്പറയാനൊക്കെ പഠിച്ചവരാണ്. എന്നാൽ പലപ്പോഴും ദൈവഹൃദയത്തെ സ്പർശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ സിൻസിയറിറ്റിയാണ്. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ വാക്കുകൾ വന്നില്ല, കണ്ണുനീര് വന്നു, ഞരക്കങ്ങളും അപശബ്ദങ്ങളും മാത്രമേ വന്നുള്ളൂ. യാക്കോബ് പ്രാർത്ഥിച്ചപ്പോൾ അതൊരു റെസ്ലിംഗ് ആയിട്ട് മാറി. ഒരു ദൈവപുരുഷനുമായി രാത്രി മുഴുവൻ റെസ്ൽ ചെയ്തു. ജീസസ് പ്രേഡ് വിത്ത് ഇൻറ്റൻസ് earnestness in the garden of Gethsemane, and he profusely shed his blood and mixed with sweat. യേശു പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെയല്ല, തീവ്രമായി പ്രാർത്ഥിച്ച് രക്തവും വിയർപ്പും കൂടെ മിക്സ് ചെയ്ത് പുറത്തേക്ക് ഒഴുകി. യിരെമ്യാവ് 29:13 you will seek me and find me when you seek me with all your heart. നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ പൂർണ്ണ ശ്രദ്ധയോടെ പൂർണ്ണതയോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. 145 സങ്കീർത്തനം 18 വചനത്തിൽ The Lord is near to all who call on him in truth. വാസ്തവമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാകുന്നു. എബ്രായലേഖനം 5:7 Jesus offered prayers with fervent cries and tears. യേശു കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ആ ഭയയാചന കഴിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പവർഫുൾ പ്രെയർ ഈസ് ഹോൾ ഹാർട്ടഡ് പ്രെയർ. ശക്തിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് മുഴു ഹൃദയത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്. വാ കൊണ്ടുള്ള പ്രാർത്ഥനകൾക്ക് വിരാമമിട്ട് ഹൃദയത്തിൽ നിന്നും ജനിച്ച് പുറത്തേക്ക് വരുന്ന പ്രാർത്ഥനകളെയാണ് ദൈവസന്നിധിയിൽ നാം അർപ്പിക്കേണ്ടതൊരു വലിയ ഹല്ലേലൂയ പറ പ്രാർത്ഥിക്കുക. നമ്പർ 3, prayer releases what God has purposed. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനെ വിമോചിപ്പിക്കുന്ന, അല്ലെങ്കിൽ സ്വതന്ത്രമാക്കുന്ന, അല്ലെങ്കിൽ അതിനെ പുറത്തു കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥന. നമ്മൾ ഇന്നത്തെ ഫോക്കസ് വേഴ്സിൽ യാക്കോബ് ഏലിയാവിൻ്റെ പ്രാർത്ഥനയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ നിയമക്കാരോട് പഴയ നിയമത്തിലെ ഏലിയാവ് എന്ന ഭക്തൻ്റെ, പ്രവാചകൻ്റെ പ്രാർത്ഥന കാണിക്കുകയാണ്. എലീജ വാസ് എ മാൻ ജസ്റ്റ് ലൈക്ക് അസ്. അദ്ദേഹം എടുത്തു പറയുന്നു, നമ്മെപ്പോലെ തന്നെയുള്ളൊരു സാധാരണ മനുഷ്യനായിരുന്നു ഏലിയാവ്. ഹി വാസ് നെവർ എ സ്പെഷ്യൽ എഡിഷൻ, യെറ്റ് ഹിസ് പ്രേയേഴ്സ് അഫക്റ്റഡ് എ നേഷൻ. ഒരൊറ്റ മനുഷ്യൻ്റെ പ്രാർത്ഥന ഒരു രാഷ്ട്രത്തിൻ്റെ ഗതി മാറ്റി. ധൈര്യമുണ്ടോ, നട്ടലുണ്ടോ? ഇത് കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്. ഒരൊറ്റ മനുഷ്യൻ്റെ പ്രാർത്ഥന രാഷ്ട്രത്തെ മാറ്റി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് രാജ്യങ്ങളുടെ ഭാവിയെ തിരിക്കാൻ പറ്റും. വേദപുസ്തകത്തിലെ തെളിവോടുകൂടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്.
പ്രവർത്തിക്കാൻ അലസനായ, ഉദാസീനനായ, മടിയുള്ളൊരു ദൈവത്തിൻ്റെ കയ്യിൽ പിടിച്ച് ബലം പ്രയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നൊരു പരിപാടിയല്ല പ്രാർത്ഥന. പകരം ദൈവം പ്രവർത്തിക്കാനിരിക്കുന്നതിലേക്ക് നമ്മൾ പാർട്ണർഷിപ്പിലേക്ക്, പങ്കാളിത്തത്തിലേക്ക് വരുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ വലിയ ആത്മനിറവിൽ അഭിഷേകത്തിലിരുന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തൊക്കെ ഒരു പ്രാർത്ഥനയുടെ ആത്മാവിൻ്റെ ഇമ്പാർട്ടേഷൻ ഈ മോർണിംഗ് ഗ്ലോറിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കിട്ടുന്നു. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ് 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 ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയുടെ ലിങ്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കണം. പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തവർക്ക് അയച്ചു കൊടുക്കുക. ആര് കണ്ടു ഒരു സ്പാർക്കായിരിക്കും ഒരാഴമേറിയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ പോകുന്നു. ഹലോ ഹലോ ഹലോ, പിശുക്കല്ലേ, ഇത് നിങ്ങൾക്കായി ഒതുക്കി വെക്കല്ലേ. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36-37 I will yet be inquired of by the house of Israel to do this for them. ഇസ്രായേൽ ജനത, എൻ്റെ കൃത്യം മലയാളം എനിക്ക് കിട്ടുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. I will yet be inquired of by the house of Israel to do this for them. ഇത് ഞാൻ ചെയ്തു കൊടുക്കേണ്ടതിന് ഇസ്രായേൽ ഗൃഹം എന്നെ അന്വേഷിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആ അർത്ഥത്തിലാണ് പറയുന്നത്. മത്തായി 6:10 നോക്കി. Your kingdom come, your will be done. പ്രാർത്ഥനയാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന. എന്താണ് യേശു പഠിപ്പിച്ചത്? നിൻ്റെ രാജ്യം വരേണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? എനിക്ക് തോന്നുന്നു ഈ കമൻറ്റിൽ, ഈ ഇൻ്റർനെറ്റിൽ ഒക്കെ ഇതിടുന്നതിനൊക്കെ ഇമ്പാക്റ്റ് ഉണ്ട്. കുഞ്ഞുങ്ങളെ, ഇടുക. യോർ കിങ്ഡം കം, യോർ വിൽ ബി ഡൺ. നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ആകണമേ. കർത്താവ് തന്നെ പറഞ്ഞിട്ടല്ലേ ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഇടുക, എല്ലാവരും ഇടുക. യോർ കിങ്ഡം കം, യോർ വിൽ ബി ഡൺ. നിൻ്റെ രാജ്യം വരണമേ, ഈ ഭൂമിയിലേക്ക് നിൻ്റെ രാജ്യം വരണമേ. ഈ ഭൂമിയിലെ നാട്ടുരാജ്യങ്ങൾ, ഈ ഭൂമിയിലെ കാട്ടുരാജ്യങ്ങൾ, ഈ ഭൂമിയിലെ വലിയ സാമ്രാജ്യങ്ങൾ, അതിലേക്ക് ദൈവമേ നിൻ്റെ രാജ്യം ഇറങ്ങി വരണമേ. 1 യോഹന്നാൻ 5:14 ഒന്ന് വായിച്ചു നോക്കി. If we ask anything according to His will, He hears us. നാം അവൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് കൈക്കൊള്ളുന്നു. So God often chooses to accomplish His purposes through praying people. പ്രാർത്ഥിക്കുന്ന മനുഷ്യരിലൂടെ തൻ്റെ ഹിതം പ്രവർത്തിച്ചെടുക്കാനാണ് ദൈവത്തിന് ഇഷ്ടം. ഒരു കർഷകന് മഴ സൃഷ്ടിക്കാനുള്ള കഴിവൊന്നുമില്ല. ഗവൺമെൻറ്റൊക്കെ ഇങ്ങനെ സിൽവർ സൈനോട് എന്തോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഹെലികോപ്റ്ററിലൂടെ മേഘത്തിലൊക്കെ ഇടിച്ച് സീഡിങ് എന്ന് പറഞ്ഞിട്ട് പെയ്ക്കുന്ന കൃത്രിമ മഴയുടെ പ്രതിഭാസമൊക്കെ ഇന്നുണ്ട്. പക്ഷെ സാധാരണ ഒരു കർഷകന് ഇതിന് വല്ല കഴിവുണ്ട്. കൃത്രിമ മഴ പെയ്യിക്കാനൊന്നും കർഷകനറിയില്ല. പക്ഷേ മഴ പെയ്യുമ്പോൾ അതിനെ ഉപയോഗിക്കാൻ അറിയാം. എങ്ങനെ? ആ സീസൺ നോക്കി വിത്ത് പാകുക, ആ സീസൺ നോക്കി കാര്യങ്ങൾ ചെയ്യുക. ഇതുപോലെ ദൈവം പ്രവർത്തിക്കുന്ന സീസണെ തിരിച്ചറിഞ്ഞ് ഡിസേൺ ചെയ്ത് അതിലോട്ട് കയറുന്നതാണ് ബുദ്ധി. നമ്പർ 4, പ്രയർ ചേഞ്ചസ് ദ പേഴ്സൺ ഹു പ്രേസ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ മാറ്റുന്നതാണ് പ്രാർത്ഥന. അത് ടൈപ്പ് ചെയ്തിടുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ മാറ്റുന്നതാണ് പ്രാർത്ഥന. ഇന്ന് വരെ ലോകചരിത്രത്തിൽ അതിശക്തരായ പ്രാർത്ഥനക്കാരുണ്ടായിട്ട് ഇന്ന് വരെ ഒരു പ്രാർത്ഥനക്കാരനും പ്രാർത്ഥനക്കാരിക്കും ദൈവത്തെ ഒരു മില്ലിമീറ്റർ പോലും മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ദൈവമാറ്റമില്ലാത്തവനാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി അങ്ങ് മാറും. പ്രാർത്ഥിച്ച ഏലിയാവിന് മാറ്റമുണ്ടായി, പ്രാർത്ഥിച്ച ദാനിയേലിന് മാറ്റമുണ്ടായി, പ്രാർത്ഥിച്ച യോസഫിന് മാറ്റമുണ്ടായി, പ്രാർത്ഥിച്ച അബ്രഹാമിന് മാറ്റമുണ്ടായി, പ്രാർത്ഥിച്ച ഹന്നായിക്ക് മാറ്റമുണ്ടായി, പ്രാർത്ഥിച്ച യബ്ബേസിന് മാറ്റമുണ്ടായി, പ്രാർത്ഥിച്ച ഏശയ്യാവിന് മാറ്റമുണ്ടായി, പ്രാർത്ഥിച്ച എല്ലാവർക്കും മാറ്റമുണ്ടാകും, പ്രാർത്ഥിച്ച നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. വിശ്വസിക്കുന്നവർ ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, പ്രാർത്ഥിക്കുന്ന എനിക്ക് മാറ്റം ഉണ്ടാകും. പ്രേയർ ഈസ് ആൻ ഏജൻറ്റ് ഓഫ് ചേഞ്ച്. മാറ്റങ്ങൾ വരുത്തുവാൻ ശക്തിയുള്ള നല്ലൊരു ഏജൻ്റാണ് പ്രാർത്ഥന. ഒത്തിരി പേരും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ അവസ്ഥകളൊക്കെ മാറൂട്ടെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പലപ്പോഴും അവസ്ഥകൾ മാറുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ആൾക്ക് മാറ്റം വരും. ഇതാണ് വാസ്തവത്തിൽ നടക്കുന്നതാണ് നടക്കേണ്ടത്. ദൈവത്തിൻ്റെ ഒരു കാര്യപരിപാടി ഇങ്ങനെയാണ്. God will first change the person who is praying, then He will change
ദ സിറ്റുവേഷൻസ് അറൗണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ പരിപാടി. നല്ല 1-2 തെളിവുകൾ തരാം. മോശ പ്രാർത്ഥിച്ച ശേഷം ഇറങ്ങി വരിക. എങ്ങനെ ഇറങ്ങി വരുന്നത്? ഇറങ്ങി വരുന്നത് മുഖം ബ്യൂട്ടി പാർലറിൽ പോയിരുന്ന പോലെയല്ല, ബ്ലീച്ച് ചെയ്ത പോലെയൊന്നുമല്ല വരുന്നത്. റേഡിയൻ്റായിരുന്നു. മുഖത്തുനിന്ന് പ്രകാശരശ്മികൾ പുറത്തേക്ക് വരിക. ആ രീതിയിൽ ഇറങ്ങി വരുന്നത്. പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു 10 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് കയറിയതാണ് ശിഷ്യന്മാർ. എവിടെ? മാളിക മുറിയിലോട്ട്. തിരിച്ചിറങ്ങി വരുന്നത് എങ്ങനെയായിരുന്നു? അങ്ങോട്ട് പോയത് എങ്ങനെയാണ്? അങ്ങോട്ട് പോയത് എന്നെ കൊല്ലുമോ, അടുത്ത ക്രൂശിൽ കയറുന്നത് ഞാനായിരിക്കുമോ? കാരണം അന്ന് ആ എന്നെ കണ്ടിട്ടുണ്ട്. പത്രോസ് കൈ ഒഴിഞ്ഞു, എനിക്കറിയാൻ പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളിൽ എന്നും പെരുമ്പറ കൊട്ടുക. അടുത്തത് ഒരാൾ പോയി. ആര്? യേശു ആദ്യം, യേശു ക്രൂശിക്കപ്പെട്ടു. പക്ഷെ അതിനു മുമ്പേ യൂദ തൂങ്ങിച്ചെത്തു. ബാക്കി 11 എണ്ണമുള്ളൂ. ഞങ്ങളെയും അവർ ക്രൂശിക്കും. ഏകദേശം ഓൾമോസ്റ്റ് ഉറപ്പാണ്. പക്ഷെ ഇവർ പേടിച്ച് വിറച്ച് പ്രാർത്ഥിക്കാനിരുന്നു. പക്ഷെ തിരിച്ചു വന്നത് എന്താണെന്നറിയോ? ഏത് രാജാവിൻ്റെയും ഏത് കൗൺസിലിൻ്റെയും മുമ്പിൽ നിൽക്കുവാനുള്ള ധൈര്യത്തോടുകൂടിയാണ് തിരിച്ചു വന്നത്. ഒരു പെങ്കൊച്ചൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ പറ്റാത്ത, അറിയും 3 കൊല്ലം ഞാൻ അവനോട് കൂടി ആയിരുന്നു, നിനക്കിപ്പോൾ എന്താ എന്ന് ചോദിക്കാനുള്ള നട്ടലിൽ ഒരു പെൺകുട്ടിയോട് ഒരു സാക്ഷ്യം പറയാൻ, യേശുവിന് വേണ്ടി, യേശുവിൻ്റെ പക്ഷത്താണെന്ന് പറയാൻ നട്ടലിൽ കാണിക്കാതിരുന്ന പത്രോസ് തിരിച്ചിറങ്ങി വരുന്നത് രാജാവിൻ്റെയൊക്കെ മുമ്പിൽ നിന്നു. എന്നിട്ട് അടിയും കൊണ്ടിട്ട് അവിടെ നിന്ന് സന്തോഷിച്ച് പുറത്തിറങ്ങി വരുന്ന പരുവത്തിലേക്ക് മാറ്റിയത് 10 ദിവസത്തെ പ്രാർത്ഥനയാണ്. അതിലിറങ്ങിയ ആത്മാവിൻ്റെ ശക്തിയാണ്. യെശയ്യാ 40:31 എല്ലാവർക്കും അറിയാമല്ലോ. He who hope in the Lord or wait for the Lord will renew their strength. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതിൽ മെയിൻലി ദാറ്റ് ഇൻവോൾവ്സ് പ്രെയർ. അപ്പോസ്തലപ്രവൃത്തി 4:31 എല്ലാവർക്കും അറിയാം. They were filled with the Holy Spirit and spoke boldly. അവർ ധൈര്യത്തോടെ വചനം പറഞ്ഞു. 2 കൊരിന്ത്യർ 3:18 We are being transformed into His image. നാം അവൻ്റെ സ്വരൂപത്തോട് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. പ്രാർത്ഥിക്കട്ടെ, കൈനീട്ടെ. കർത്താവേ, ഇന്നത്തെ വചനം വലിയ അഭിഷേകത്തിലും ദൈവസാന്നിധ്യത്തിലും റിലീസ്ഡ് ആയിരിക്കുന്നല്ലോ. എല്ലാവരിലും അത് മാറ്റങ്ങളുണ്ടാക്കട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രാർത്ഥനയുടെ ആത്മാവിൻ്റെ ഇമ്പാർട്ടേഷൻ ഞങ്ങളെല്ലാവരിലും ഉണ്ടാകട്ടെ. ഞങ്ങളത് സ്വീകരിക്കും. ചരിത്രത്തെ മാറ്റുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ചിലരെ നിയോഗിക്കുന്നതിനായി നന്ദി. ചില ജില്ലകൾക്ക്, ചില പഞ്ചായത്തുകൾക്ക്, ചില സംസ്ഥാനങ്ങൾക്ക്, ചില രാജ്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ ഇവരുടെ പ്രാർത്ഥന മൂലം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചരിത്രം എഴുതാനല്ല, ചരിത്രം കുറിക്കാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. ഞാൻ കാണുന്ന ഈ ഭയങ്കരമായി സ്നീസിങ്, അലർജി വന്ന് ഇങ്ങനെ തുമ്മുന്നത് പോലെ നിർത്താതെ തുമ്മുന്ന അലർജിയുള്ള ഒരാൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നി സ്റ്റോണുകൾ പുറത്തു പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞാനതിനെ എക്സ്പെൽ ചെയ്യുകയാണ്, ഞാനതിനെ ഇജക്റ്റ് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ വളരെ ഭാരപ്പെടുന്ന ദമ്പതികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് റിലീസാകുന്ന ഈ ശക്തിയിൽ പൂർണ്ണമായ ഒരു വിടുതൽ അവർക്കുണ്ടായ കുഞ്ഞുങ്ങൾ സുന്ദരന്മാരും സുന്ദരികളുമായ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. നമ്മുടെ നാമത്തിൽ എല്ലാവരും ബ്ലസ് ചെയ്തിരിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ലൈനിൽ വിളിക്കാം. ബ്ലെസ്സിങ് ടുഡേ വാട്സപ്പ് നമ്പറിലേക്ക് പ്രാർത്ഥന വിഷയങ്ങൾ അയക്കാം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറിക്ക് റെസ്റ്റ് കൊടുക്കരുത്. അതിൻ്റെ ലിങ്ക് എടുത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ വാട്സപ്പ് സ്റ്റേറ്റസിലിടുക. അറിയാവുന്ന എല്ലാ കോണ്ടാക്റ്റിലും ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുക്കുക. പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ അയച്ചു. പ്രാർത്ഥിക്കുന്ന ലേഡീസ് പ്രെയർ വിങ്ങുകളൊക്കെ കാണുമല്ലോ. അവർക്കൊക്കെ ഇത് ഒത്തിരി, അവരൊക്കെ ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്നവരെ കർത്താവ് ഒത്തിരി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സീ യു ടുമോറോ. ബൈ.